ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് രാജിവെക്കും. ഗവർണർക്ക് രാജിക്കത്ത് നൽകും. പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ നിർണായക നിയമസഭാ കക്ഷി യോഗം രാവിലെ. അതിഷി മർലേനയ്ക്ക് ആദ്യ പരിഗണന. നിപ ജാഗ്രതയിൽ മലപ്പുറം. രോഗലക്ഷണമുള്ളവരെ കണ്ടെത്താൻ സർവേ തുടരുന്നു. തിരുവാലി മമ്പാട് മേഖലയിൽ കർശന നിയന്ത്രണം. 13 പേരുടെ പരിശോധനാ ഫലം ഇന്ന് ലഭിച്ചേക്കും. കൊല്ലം മൈനാഗപ്പള്ളിയിൽ കാറിടിച്ച് സ്കൂട്ടർ യാത്രക്കാരി മരിച്ച സംഭവത്തിൽ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ്. ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും. പ്രതികളെ അപകട സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. പത്ത് വർഷത്തിന് ശേഷം ജമ്മു കാശ്മീർ നാളെ പോളിംഗ് ബൂത്തിലേക്ക്. ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് 24 നിയമസഭാ മണ്ഡലങ്ങളിൽ. ജനവിധി തേടുന്നത് മുഹമ്മദ് യൂസഫ് തരിഗാമി, ഗുലാം അഹമ്മദ് മീർ തുടങ്ങിയ പ്രമുഖർ. കൊൽക്കത്തയിൽ യുവ ഡോക്ടറുടെ കൊലപാതക കേസിൽ സുപ്രീം കോടതിയിൽ ഇന്ന് വാദം തുടരും. ഡോക്ടർമാരുടെ പ്രതിഷേധത്തിന് പിന്നാലെ പോലീസ് കമ്മീഷണറെ മാറ്റി ബംഗാൾ സർക്കാർ. സമരം അവസാനിപ്പിച്ച് ജോലിയിൽ പ്രവേശിക്കാൻ ഡോക്ടർമാരോട് അഭ്യർത്ഥിച്ച് മമതാ ബാനർജി. ഉത്തർപ്രദേശിലെ ഫിറോസാബാദിൽ പടക്ക നിർമ്മാണശാലയിൽ പൊട്ടിത്തെറി. 3 വയസ്സുകാരി ഉൾപ്പെടെ 4 മരണം. പടക്കം സൂക്ഷിച്ചിരുന്ന കെട്ടിടം തകർന്നു. ഏഷ്യൻ ചാമ്പ്യൻസ് ഹോക്കിയിൽ കിരീട പോരാട്ടത്തിന് ഇന്ത്യ ഇറങ്ങും. ഫൈനലിൽ എതിരാളികൾ ചൈന. മത്സരം വൈകിട്ട് 3:30.